കോഴിക്കോട് മൂഴിക്കലിലെ 16-കാരി നസ്രീനയുടെ കൊലപാതകത്തിൽ ഓരോ ദിവസം പിന്നിടുമ്പോഴും ദുരൂഹതകൾ ഏറിവരികയാണ്. നസ്രീനയെ കൊലപ്പെടുത്തിയ ശേഷം അദ്നാൻ ആത്മഹത്യ ചെയ്തുവെന്ന പ്രാഥമിക നിഗമനത്തിലാണെങ്കിലും സംഭവസ്ഥലത്തെ തെളിവുകൾ നശിപ്പിക്കാൻ നീക്കം നടന്നു എന്നത് കൊലപാതകത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട്. കിണറിൽ നിന്ന് കണ്ടെടുത്ത ഫോൺ പരിശോധിച്ചപ്പോൾ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മൂഴിക്കലിൽ കൊല്ലപ്പെട്ട നസ്രീനയുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് കേസിലെ നിർണായക തെളിവുകളായ മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അന്വേഷണ സംഘം കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട നസ്രീനയുടെ 2 ഫോണുകളും ജീവനൊടുക്കിയ അദ്നാന്റെ ഫോണുമാണ് കിണറ്റിൽ നിന്നും കണ്ടെടുത്തത്. അദ്നാൻ ആത്മഹത്യ ചെയ്തതിനു പിന്നാലെയാണ് നിർണായക തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടന്നത്. മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിലൂടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. നസ്രീനയുടെ ഫോണിൽ നിന്ന് കൊല നടത്തിയ അദ്നാന്റെ സുഹൃത്തിന് വാട്സാപ്പ് സന്ദേശം അയച്ചതായി കണ്ടെത്തി. അദ്നാൻ പുലർച്ചെ 1:45 മരിച്ചുവെന്നാണ് സന്ദേശം. താങ്കൾക്ക് നൽകാനുള്ള പണം നൽകാൻ കഴിയില്ല എന്നും സന്ദേശത്തിൽ പറയുന്നു. നസ്രീന സന്ദേശം അയക്കുന്ന രീതിയിലാണ് ഈ സന്ദേശം അദ്നാന്റെ സുഹൃത്തിന് പോയിരിക്കുന്നത്. പുലർച്ചെ 1:30നും 2:00-നുമിടയിൽ അയക്കപ്പെട്ട വാട്സാപ്പ് സന്ദേശത്തിൽ അദ്നാൻ മരിച്ചുവെന്ന് അറിയിക്കുന്ന ഉള്ളടക്കമുണ്ട് എന്നതാണ് അന്വേഷണ സംഘത്തെയും കുടുംബത്തെയും ഒരുപോലെ ഞെട്ടിച്ചത്. അദ്നാനെ അറിയുമോ എന്ന ചോദ്യത്തോടെയാണ് ആശയവിനിമയം തുടങ്ങുന്നത്. അറിയാമെന്ന് മറുപടി വന്നപ്പോൾ അദ്നാൻ പണം തരാനില്ലേ എന്നായി ചോദ്യം. ഉണ്ട് എന്ന് മറുപടി വന്നപ്പോൾ ആ പണം ഇനി കിട്ടില്ല, അദ്നാൻ മരിച്ചു എന്നും സന്ദേശം പോയി. എന്തുപറ്റി, എങ്ങനെയാണ് മരിച്ചത്, എന്താണ് സംഭവമെന്നൊക്കെ സുഹൃത്തിന്റെ ചോദ്യങ്ങൾ വന്നതോടെ അത് വ്യക്തിപരമായ കാരണം കൊണ്ടാണെന്നും കുടുംബ പ്രശ്നമാണെന്നും മറുപടി നൽകിയതായി പോലീസ് കണ്ടെത്തി. പിന്നാലെ അന്വേഷണ സംഘം അദ്നാന്റെ സുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. ഫോണുകൾ കിണറ്റിലെറിഞ്ഞത് ബന്ധുക്കളാണ് എന്ന സംശയത്തിലാണ് പോലീസ്. അദ്നാൻ ആത്മഹത്യ ചെയ്ത മുറിയിൽ നിന്നും അദ്നാന്റെ ഒരു ഫോൺ ലഭിച്ചിരുന്നു. പ്രതി തന്നെയാണ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത് എങ്കിൽ ഈ ഫോണും നശിപ്പിക്കേണ്ടതായിരുന്നു. അദ്നാനെ മുറിക്കകത്ത് പൂട്ടിയിട്ടാണ് ബന്ധുക്കൾ നസ്രീനയുമായി ആശുപത്രിയിലേക്ക് പോയത്. അദ്നാൻ മരിച്ചു കിടന്ന മുറിയിൽ നിന്നും മൊബൈൽ ഫോണുകൾ കിണറ്റിലേക്ക് എറിയാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ടുതന്നെ പ്രതി ആത്മഹത്യ ചെയ്തതിനു ശേഷം ഫോണുകൾ എങ്ങനെ കിണറ്റിലെത്തി എന്നതിലാണ് ദുരൂഹത. കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും തെളിവ് നശിപ്പിക്കാൻ ഇടപെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. പഠന മികവ് കൊണ്ടും കാര്യപ്രാപ്തി കൊണ്ടും ചെറുപ്പത്തിലെ മിടുക്കിയായ നസ്രീനയോട് അദ്നാന് നേരത്തെ തന്നെ നീരസമുണ്ടായിരുന്നതായി ബന്ധുക്കൾ മൊഴി നൽകിയിരുന്നു. അദ്നാന്റെ ഉമ്മയുടെ പിതാവിന്റെ ബിസിനസ്സിൽ നസ്രീനയാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇതും അദ്നാന് നസ്രീനയോട് പ്രതികാരമുണ്ടാകാൻ കാരണമായി. ഈ പക കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്വഭാവദൂഷ്യത്തിന്റെ പേരിൽ അദ്നാനെ ബന്ധുക്കൾ നേരത്തെ മർദ്ദിച്ചിരുന്നതായും ഫോൺ തല്ലി തകർത്തിരുന്നതായും വിവരമുണ്ട്. ഈ വൈരാഗ്യം അദ്നാന്റെ ജീവനെടുക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മൊബൈൽ പരിശോധനയിൽ പുറത്തുവന്ന സന്ദേശം അദ്നാൻ തന്നെ ചെയ്തതാണോ അതോ അദ്നാന്റെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ കൊലയാളി നടത്തിയ തന്ത്രമാണോ എന്നാണ് സൈബർ സെൽ പരിശോധിക്കുന്നത്. 10 മണിക്കൂർ വീട്ടിൽ കഴിഞ്ഞ അദ്നാന് രക്ഷപ്പെടാൻ എല്ലാ വഴികളും ഉണ്ടായിരുന്നുവെന്നിരിക്കെ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നതിലും വ്യക്തതയില്ല. സംഭവത്തിൽ ദുരൂഹതയേറുന്ന സാഹചര്യത്തിൽ ബന്ധുക്കളെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.